ഏകദേശം ദമ്പതികൾ എടുത്തു കഴിഞ്ഞാൽ 40% ദമ്പതികളിലും കുട്ടികളാവാൻ വൈകുന്നത് ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ്. കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ IVF പോലും അവരിൽ ഫെയിലിയർ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിൽ കണ്ടുവരുന്ന അണ്ടത്തിന്റെ റിസർവ് കുറയുന്നത് അല്ലെങ്കിൽ അണ്ടങ്ങളുടെ ക്വാളിറ്റി ഇല്ലാതിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സ്ത്രീകളിലെ AMHന്റെ ലെവൽ നോക്കുന്നത്. ആന്റി മുള്ളറിൻ ഹോർമോൺ അഥവാ AMH വന്ധ്യതാ ചികിത്സ എടുക്കുന്ന സ്ത്രീകളും അല്ലെങ്കിൽ ദമ്പതികളും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു ഹോർമോൺ ആയിരിക്കും AMH. സ്ത്രീകളിൽ അവരുടെ അണ്ടങ്ങളുടെ റിസർവ് ഫോം ചെയ്യുന്നത് ഗർഭാവസ്ഥയിൽ തന്നെയാണ്. സ്ത്രീകളിൽ പ്യൂബർട്ടി എത്തുന്നതോടുകൂടി അവരിൽ ആർത്തവം ആരംഭിക്കുന്നതോടുകൂടി ഈ റിസർവ് ആയിട്ടുള്ള അണ്ടങ്ങൾ പൂർണ്ണ വളർച്ചയെത്തി ഒരു ഫോളിക്കിളായി അത് ഓവുലേഷൻ നടക്കുകയും ചെയ്യുന്നു. ഈ AMH എന്ന ഹോർമോൺ പല സ്ത്രീകളിലും കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവരിൽ അണ്ടങ്ങളുടെ റിസർവ് കൃത്യമായിട്ടില്ലാതിരിക്കും, അണ്ടങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വളർച്ച എത്തിയിട്ട് ഓവുലേഷൻ നടക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറയുന്നത്, അണ്ടങ്ങളുടെ റിസർവ് കുറയുന്നതുകൊണ്ട് തന്നെ പല സ്ത്രീകളിലും ഓവുലേഷൻ സമയമാണെന്ന് കണക്കാക്കിയിട്ട് ബന്ധപ്പെട്ടാൽ പോലും കൃത്യമായിട്ടുള്ള ഗർഭധാരണം നടക്കുന്നില്ല. അവരുടെ ഫോളിക്കിൾസ് കൃത്യമായിട്ടുള്ള വളർച്ച എത്താത്തതുകൊണ്ട് അവർക്ക് IVF പോലും ഫെയിലിയർ ആയിട്ട് പോകുന്നു. AMH കൂടുവാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റ് ആൻഡ് എക്സസൈസ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. റിഫൈൻഡ് ഷുഗർ അതുപോലെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളും പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുക. വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈറ്റമിൻ ഡി ഈ AMHന്റെ വളരെ നല്ലൊരു പ്രിക്കേഴ്സർ ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് AMH കൂടുവാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇതിനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ഡയറി പ്രോഡക്ട്സ്, അതുപോലെ എഗ് യോക്ക്. ഇവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ വൈറ്റമിൻ ഡി മെച്ചപ്പെടുത്തുക, അതുവഴി AMHന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെയിൽ കൊള്ളുവാൻ ശ്രദ്ധിക്കുക. ഇതിന്റെ കൂടെ തന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസും മെഡിറ്റേഷൻസും ശീലമാക്കുന്ന വഴി അവരുടെ അണ്ടങ്ങളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ഗർഭധാരണം എളുപ്പമാക്കുവാൻ സാധിക്കും.